കഥകളിയുടെ ഒരുക്കങ്ങളുടെ സൗന്ദര്യവും മുഖത്തെഴുത്തിന്റെ മനോഹാരിതയും ഒന്ന് വേറെയാണ്. മുദ്രകളും പദങ്ങളും ഒന്നും അറിയാതെ തന്നെ കണ്ടിരിക്കാൻ തോന്നുന്ന സൗന്ദര്യമുണ്ട് കഥകളിയുടെ ചുട്ടികുത്തലുകൾക്ക്. ഏറ്റവും വിഷമമേറിയ ചുട്ടികുത്തൽ സ്വായത്തമാക്കി അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് തളിപ്പറമ്പ് പുഴക്കുളങ്ങര ജനകീയ വായനശാലയ്ക്ക് സമീപത്തെ അനന്യ പ്രകാശൻ. കഥകളി ചുട്ടിക്കുത്തൽ രംഗത്ത് ചുവടുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് പുഴക്കുളങ്ങര ജനകീയ വായനശാലയ്ക്കു സമീപത്തെ അനന്യ പ്രകാശൻ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ കഥകളി കേന്ദ്രത്തിലാണ് അനന്യ പരിശീലനം നേടിയത്. സെക്ഷൻ ഹെഡായ കലാനിലയം പത്മനാഭന്റെയും TKS ഗോവിന്ദന്റെയും ശിക്ഷണത്തിലാണ് കല സ്വായത്തമാക്കിയത്. കാപാലിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദ്രവ്യ കലശാഭിഷേകത്തിന്റെ ഭാഗമായി നടക്കുന്ന തളിപ്പറമ്പ് കഥകളി കേന്ദ്രത്തിന്റെ കേളീരവം പരിപാടിയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ മിടുക്കി. ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് അനന്യ പറഞ്ഞു. ഞാൻ ഒരു വർഷമായി ഇവിടെ തളിപ്പറമ്പ് കഥകളി കേന്ദ്രത്തിൽ ചുട്ടി പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മുന്നേ ചുമർചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാർ അങ്കിള് പറ്റാൻ ഇങ്ങനെ ഒരു ചുട്ടീൻ്റെ കാര്യം അറിയുന്നത്. അങ്കിള് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്കിള് പറഞ്ഞാൽ ഞാനിവിടെ ചേർന്നത്. ചുട്ടീന്ന മേഖലയിൽ കേരളത്തിൽ 4 സ്ത്രീകളാണുള്ളത്. അതിൻ്റെ അകത്ത് ഉൾപ്പെടാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ആശാൻ ഗോവിന്ദൻകുട്ടി ആശാനാണ്. നിലവിൽ കേരളത്തിൽ പ്രൊഫഷണലായി ചുട്ടികുത്തൽ രംഗത്തുള്ള വനിതകൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ്. ലണ്ടൻകാരിയായ ബാർബറ വിജയകുമാറും തൃശൂർ ചെറുതുരുത്തിയിലെ മേരി ജോണുമാണ് ഏറെ പേരെടുത്തവർ. ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ മേഖലയാണ് അനന്യ ധൈര്യപൂർവ്വം ഏറ്റെടുത്തത്. ചിത്രകലയ്ക്ക് പുറമെ കരാട്ടെ, നൃത്ത കൊറിയോഗ്രഫി എന്നിവയിലും അനന്യ മിടുക്ക് തെളിയിച്ചിട്ടുണ്ട്. മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പഠനം പൂർത്തിയാക്കിയ അനന്യ നഗരസഭയുടെ ബഡ്സ് സ്കൂൾ ആയ സഹിജയുടെയും പ്രകാശിന്റെയും മകളാണ്. ആതിരയാണ് സഹോദരി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.